ഇപ്പോൾ മുഖക്കുരു, കറുത്ത പാടുകൾ, ചെറിയ ചുളിവുകൾ, അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ളതാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് കെമിക്കൽ പീലിംഗ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഹാർഷായ കെമിക്കൽസ് ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ്. ബട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള കെമിക്കലാണ് നമ്മൾ ഈ പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്നത്. ആ കെമിക്കൽ നമ്മുടെ സ്കിന്നിനെ ഒരു കൺട്രോൾഡ് ആയ രീതിയിൽ പീലിംഗ് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീൽ എത്ര ആഴത്തിൽ നമ്മുടെ സ്കിന്നിൽ പോകുന്നതനുസരിച്ച് പല ടൈപ്പ് പീൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് അധികം ഡീപ്പായി പോകാത്ത സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ മീഡിയം ഡെപ്ത് പീൽസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പും നമ്മുടെ സ്കിൻ കൺസേണും അനുസരിച്ചാണ് ഏത് പീലായിരിക്കും നമുക്ക് സൂട്ടബിൾ ആയിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സൂപ്പർവിഷനിൽ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ഈ കെമിക്കൽ പീലിംഗ്. അല്ലാതെ നമ്മൾ സ്വന്തമായി വീട്ടിലോ സലോണിലോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ അല്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രൊസീജിയർ ഫിനിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോബ്ലം ഏരിയ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു യൂണിഫോം ആയ രീതിയിൽ പീൽ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് സിറ്റിങ്ങിൽ ഒരു 2-3 മിനിറ്റ്സ് മാത്രമേ നമ്മൾ പീൽ അപ്ലൈ ചെയ്യുകയുള്ളൂ. സബ്സിക്വൻറ്റ് സിറ്റിങ്സിൽ ഗ്രാജുവലി നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ടൈപ്പ് സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ എന്ന് ഡിസ്കസ് ചെയ്യാം.